Yeah, we are live now. Good morning, good afternoon, good evening from wherever you're watching from. ഇന്ന് നമ്മൾ വേറൊരു ബിസിനസ് ടോപ്പിക്കിന്റെ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഓക്കെ നമുക്ക് എപ്പോഴും ബിസിനസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവുള്ളൂ, പക്ഷേ ബിസിനസ്സും ലൈഫുമായിട്ട് വളരെ ഒരു അടുത്ത റിലേഷൻ ഉണ്ട് അല്ലെ? നിങ്ങൾക്കറിയാമോ ഒരു ജോലി നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്താണ്? നമുക്ക് ശരിക്കും ജോലി വേണ്ടാത്തപ്പോഴാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു ജോലി പോകുമ്പോൾ അയ്യോ പിന്നെ വെപ്രാളമായി, ഇനി എനിക്ക് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, ഓക്കെ എനിക്ക് മോർഗേജ് അടയ്ക്കാൻ പൈസ ഇല്ല, ഞാൻ ഓടി നടന്ന് ജോലി നോക്കുവാണ് അല്ലേ? അറ്റ് ദാറ്റ് ടൈം നമുക്കൊരു കറക്റ്റ് ജോലി കണ്ടുപിടിക്കണമെന്നോ, കണ്ടുപിടിക്കുന്ന ജോലിയിൽ നമുക്ക് റൈറ്റ് മൈൻഡ് സെറ്റിൽ കയറണമെന്നോ, ആ ജോലിയിൽ സക്സസ്ഫുൾ ആവണമെന്നോ നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ? അതേസമയം നമ്മൾ ഒരു ജോലി ഉള്ളപ്പോൾ യു ഹാവ് എ പ്ലാൻ എ, യു നീഡ് ടു തിങ്ക് അബൌട്ട് പ്ലാൻ ബി, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ പ്രൊആക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളെല്ലാവരും എസ്പെഷ്യലി മലയാളീസ് നമ്മളെല്ലാവരും റിയാക്റ്റീവ് ആണ്. ഹ്യൂമൻ ബീങ് എല്ലാവരും റിയാക്റ്റീവ് ആണ്. നമുക്കൊരു സിറ്റുവേഷൻ വരുന്നു, നമ്മൾ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെ? പക്ഷെ നമ്മള് എന്താണ് ആ ഇന്റലിജന്റ് ഹ്യൂമൻ ബീങ്സ് ഇൻ ദിസ് ഇറ ഓഫ് ടെക്നോളജി. ആൻഡ് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള 1000 ചാൻസസ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? അതിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ യു ഷുഡ് ബി തിങ്കിങ് പ്രൊആക്റ്റീവ്, റൈറ്റ്? അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. എനിക്കൊരു നല്ല ജോലിയുണ്ട്, വൈ ഡു ഐ നീഡ് എൻ എക്സ്ട്രാ ഹെഡേക്ക്, റൈറ്റ്? എനിക്ക് നല്ല ജോലിയുണ്ട്, ഐ എം വെരി ഹാപ്പി, വൈ ഷുഡ് ഐ ഹാവ് എ സൈഡ് ഹസൽ? ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. ഇന്ന് എൻ്റെ കൂടെ ഡിസ്കഷനിൽ ജോയിൻ ചെയ്യുന്നത് ഫ്രം കാനഡ, കെസിയ ഫ്രം കാനഡ, രഞ്ജിനി ഫ്രം അയർലൻഡ്, ലീന ഫ്രം USA, സാൻഡി ഫ്രം അയർലൻഡ് ആൻഡ് ലിനി ഫ്രം UK. സോ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് ലൈവ് പോകാമെന്ന് വിചാരിക്കുകയാണ്. So welcome all, thank you for joining in today's live. So നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒരു ചെറിയ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ച് ഒന്ന് കൊടുക്കാമോ? Guess ഒന്ന് out to you guys. Thank you so much, Sharon ചേച്ചി, for inviting for me this live. എന്നെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് കെസിയ, ഞാൻ കാനഡയെ ടൊറോണ്ടോയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു 14 months മുമ്പ് ഞാൻ എടുത്ത ലൈഫിലെ ഒരു ബെസ്റ്റ് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്. കാരണം ഞാൻ എൻ്റെ മെറ്റേണിറ്റിയുടെ സമയത്താണ് ഈ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്തത്. ഇറ്റ് ഈസ് എൻ്റെ സാധാരണ എല്ലാവർക്കും പറയാൻ എക്സ്ക്യൂസ് ഉള്ള ഏറ്റവും ഹൈ ഇൻറ്റൻസീവ് ടൈമിലാണ് ഞാൻ ഈ ഡിസിഷനിലേക്ക് വന്നത്. ഞാൻ 7th month പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്യുന്നതും. ഞാൻ ഒരു കാര്യം പോലും തിരിഞ്ഞു നോക്കാതെ എടുത്തൊരു ഡിസിഷനാണ്. കാരണം ഐ വാസ് സീയിങ് വണ്ടേഴ്സ് ഇൻ സംബഡി എൽസ് ലൈഫ്. സോ അത് എൻ്റെ ലൈഫിലും മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും നമുക്ക് നോ പറയാൻ റീസൺസ് ഉണ്ട്, പക്ഷേ അതിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്താണ് ഈ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്തത്. പക്ഷേ ഇപ്പം ഈ 14 മാസം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് 12 months എടുത്തത്. പക്ഷേ സിൻസ് എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനൊരു ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു ടു 18 months. സോ എനിക്ക് 18 മാസം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും എനിക്ക് അവരുടെ മൈൽ സ്റ്റോൺസ് കാണാനും ഒക്കെ ഈ ബിസിനസ്സിലൂടെ സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് എനിക്കൊരു ജോലിയുണ്ട്, ഓഫ് കോഴ്സ് എനിക്കൊരു ജോലിയുണ്ട്. പക്ഷേ ആ ജോലിയിൽ നമ്മളൊരു ദിവസം ഓഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേ കിട്ടത്തില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ 12 മാസം ഞാൻ മെറ്റേണിറ്റി ആയിരുന്നു, അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും ഗവൺമെൻറ്റിൽ നിന്ന്. പക്ഷേ 12 മാസം കഴിഞ്ഞ് ഇപ്പം ഞാൻ 18 മാസത്തിലോട്ട് ഓഫ് എടുക്കുമ്പോൾ എനിക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ പേ ഇല്ലാതാണ് അടുത്തൊരു 6 മാസത്തെ പറ്റി ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു വൈസ് ഡിസിഷൻ കുറച്ച് നാൾ മുമ്പ് എടുത്തത് കൊണ്ട് എല്ലാ മാസവും എൻ്റെ ഫുൾ ടൈം ജോലിയെ റീപ്ലേസ് ചെയ്യുന്ന സാലറി എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. വിച്ച് ഐ ആം വെരി പ്രൗഡ് ടു സേ. ആരോട് വേണേലും എനിക്ക് ഹാപ്പി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ് ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തത്. സോ ഇറ്റ്സ് മേക്കിംഗ് വണ്ടേഴ്സ് ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് തന്നെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കാനോ അതിനെപ്പറ്റി നോക്കാനോ സമയമില്ല എന്ന് പറയുന്നവർക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. സോ എക്സ്ക്യൂസസോ അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ 2 എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്തോളാം, എനിക്ക് ഇപ്പം ഇതിനകത്തൊന്നും വന്നിരുന്ന് നോക്കാനുള്ള സമയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇൻകം ഉള്ളതിനെ പറ്റി അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ബേസിക്കലി ഇപ്പം വിൻ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ പുറത്തൂടെ സ്നോയ്ക്കത്ര വണ്ടി ഓടിച്ച് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകുന്ന കാര്യം എന്തൊരു ബുദ്ധിമുട്ടുള്ള. പക്ഷെ അതൊന്ന് ഓഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് 2 ബിസിനസ് റൺ ചെയ്യാം ആ ഓഫ് എടുക്കുന്ന ദിവസം. അതാണ് എനിക്ക് മെയിൻലി ഈ ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും. പൈസ മാത്രമല്ല, എന്നിലുണ്ടായ വലിയ ചേഞ്ചസ്
ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ കോൺഫിഡൻസ്, എൻ്റെ ലൈക്ക് എന്നിലുണ്ടായ പോസിറ്റീവ് ചേഞ്ചസ്, അതൊക്കെയാണ് മെയിൻലി ഈ ബിസിനസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് കെസ്. ഞാൻ എപ്പോഴും ഞാൻ ഒത്തിരി ആദ്യം അഡോർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എപ്പോഴും കെസിനെ കാണുന്നത് ഒരു കുഞ്ഞിവിടെ ഒരു കുഞ്ഞിവിടെ അങ്ങനെയാണ് കെസിനെ കാണുന്നത്. കെസ് ലൈക്ക് ഷീസ് എ റോൾ മോഡൽ. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എക്സ്ക്യൂസ് പറഞ്ഞ് കെസ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും എക്സ്ക്യൂസ് പറയുന്ന സമയത്ത് ആണ് കെസ് ആ ഒരു ബ്രേവ് ഡിസിഷൻ എടുക്കുന്നതും. ആൻഡ് ഷീ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് ഡിസിഷൻ. ആൻഡ് അതിന്റെ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കുമല്ല കൊണ്ട് പ്രയോജനം ഉണ്ടായത്, കെസിന് തന്നെയാണ് പ്രയോജനം ഉണ്ടായത്. റൈറ്റ്? സോ എന്താണ് ആ പ്രയോജനം? ആ പ്രയോജനം നമുക്ക് ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന പ്രയോജനമല്ല. ആ പിള്ളേരുടെ കൂടെ അനദർ 6 months ഇരിക്കുക എന്ന് പറയുന്നത് ഏതൊരു അമ്മയുടെയും ഡ്രീമാണ്, ഇല്ലേ? നമുക്ക് ഒരു ഇൻകം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ വെറും ഒരു ഇൻകം പോരാ, $100-200 ഉണ്ടാക്കുന്ന ഒരു ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നോട്ട് ദാറ്റ് വൺ. വാട്ട് കെസ് സെഡ് വാസ് ഷീ റീപ്ലേസ്ഡ് ഹെർ ഇൻകം ബൈ ഡൂയിങ് ദിസ് ബിസിനസ്. അതുകൊണ്ടാണ് കോൺഫിഡന്റ്ലി വീട്ടിലിരിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ well done, Kes. You are a role model and we are so proud of you. Thank you so much for sharing your story. Over to you, Ranjini. രഞ്ജിനിയോട് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. രഞ്ജിനി ഒന്ന് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രഞ്ജിനിക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാമോ? താങ്ക് യു ചേച്ചി, എന്നെ പേജിലേക്ക് ക്ഷണിച്ചതിന്. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് ഇപ്പൊ ഏകദേശം 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. 3 കുട്ടികളുടെ അമ്മയാണ്. അതായത് ഇപ്പൊ ഇവിടെ ഐറിഷുകാരൊക്കെ പറയുന്നത് ഐറിഷ് ട്രിപ്ലെറ്റ്സ് എന്ന്. അതായത് ട്വിൻസിന് 8 വയസ്സായി, മോക്ക് 7 വയസ്സായി. അപ്പൊ 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റീസൺ. ഇപ്പൊ അതോടൊപ്പം തന്നെ ഞാനൊരു പ്രൗഡ് ബിസിനസ് ഓണറാണ്. കാരണം ഈ ബിസിനസ് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ആരും വിശ്വസിക്കാത്ത രീതിക്കുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ശരിയാ, ഒരു ബിസിനസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് പൈസയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്ത ഒരു ബിസിനസ്സാണിത്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഞാൻ ആദ്യം സൗദിയിലായിരുന്നു, ഒരു 9 വർഷം സൗദിയിൽ വർക്ക് ചെയ്തു. അവിടെ നോക്കിയപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ ലൈഫ് കുറച്ചുകൂടെ സെറ്റിൽ ആവും. കാരണം 3 മക്കളെ വെച്ചുകൊണ്ട് 6-7 ദിവസമൊക്കെ ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ സൗദിയിൽ നിന്ന് ഇരുന്ന് കുത്തിയിരുന്ന്. ഈ കുട്ടികളൊക്കെ അപ്പൊ ചെറുതാ, ഏകദേശം 3 വയസ്സും 2 വയസ്സും ഒക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്ന് പഠിച്ചു, OET ഒക്കെ എഴുതി അയർലൻഡിൽ വന്നു. ആദ്യമൊക്കെ ഭയങ്കര സുഖമായിരുന്നു, കാരണം ഫാമിലി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. വൺസ് ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ടോട്ടലി മാറി. കാരണം ഈ 3 കുട്ടികളെയും വെച്ചുകൊണ്ട് ഹസ്ബൻഡിന് ശരിക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഞാനൊരു ഗവൺമെന്റ് സെക്ടറിലായതുകൊണ്ട് ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ഒരുപാട് ഓവർ ടൈമുകൾ എടുത്തു, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുത്തു. നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കിളി മൊത്തത്തിൽ പോകും. നമുക്ക് ഒരു കിളിയും കാണത്തില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവര് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും മതി ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. അപ്പൊ എന്റെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം. ഹസ്ബൻഡ് എന്തെങ്കിലും ചോദിച്ചാൽ വഴക്ക് പറയും, കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടും. അങ്ങനെ എന്റെ ഫാമിലി മൊത്തത്തില് എന്തോ നമ്മുടെ ഈ കാഴ്ചവെട്ടിലുള്ള മണലൊക്കെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥ വരുമല്ലോ, ആ ഒരു അവസ്ഥയിൽ നിന്ന്. കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പം എന്റെ ഈ ടയേർഡ്നെസ് ആണ് എന്റെ ഫാമിലി തകർന്നു പോകാൻ കാരണം. ഒരു പോയിന്റിൽ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ടിക്കറ്റ് എടുത്ത് തന്നാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാം. കാരണം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, അത്രയും എന്റെ ഫാമിലി തകർന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഓവർ ടൈമും ഈ നൈറ്റും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്. അപ്പൊ അതിൽ നിന്നൊന്നും മാറണം, എനിക്ക് കുറച്ച് എന്റെ ഓവർ ടൈം ഒക്കെ മാറ്റി ജസ്റ്റ് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്റെ മെന്ററിന് ഓൾറെഡി അറിയാം ഭയങ്കര ഡിപ്രഷനും ഒരു എനർജി ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സൈഡിൽ എന്റെ ഫാമിലി ഇങ്ങനെ ആയല്ലോ, അതിനെ കൂട്ടിമുട്ടിക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് സംശയമൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ഞാൻ മൊത്തത്തിൽ പോസിറ്റീവായി. ഇപ്പൊ ആരെന്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ ഫുള്ള് പോസിറ്റീവാ. കാരണം എനിക്കറിയാം ഈ ബിസിനസ്സിൽ നിന്ന് എല്ലാവരും ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നൊരു ഇത് വന്നത് കാരണം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. കാരണം പൈസ മാത്രമല്ല നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിലേ നമുക്ക് പൈസ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വേണമെങ്കിൽ നമുക്ക് ചുറ്റും കുറെ എന്താ പറയാ എനർജിയുള്ള ആളുകൾ വേണം. അപ്പൊ നമ്മളൊന്ന് താഴ്ന്നു പോയാലും അവർ നമ്മളെ പൊക്കി എടുത്തോണ്ട് വരും. അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് ടോട്ടലി ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഏറ്റവും എക്സാമ്പിൾ. ഒരു വർഷത്തിന് മുമ്പുള്ള എന്റെ കൂട്ടുകാർക്കറിയാം, എന്റെ കൊളീഗ്സിന് അറിയാം ഞാൻ എങ്ങനെയായിരുന്നു സംസാരിച്ച്. ഇപ്പൊ അവര് തന്നെ പറയും, ചേച്ചി നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. കാരണം അത്രയും ചേഞ്ചസ് ഉണ്ടാക്കാൻ എനിക്ക് ഈ ബിസിനസ്സിന് പറ്റി.
വാവ്, അടിപൊളി. രഞ്ജിനി എപ്പോഴും ഞാൻ കാണിച്ച വളരെ ചിയർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്, അതായത് ഞാൻ എന്റെ മുമ്പിൽ വരുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ട് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പക്ഷെ ആക്ച്വലി ഇന്നാണ് ഞാൻ രഞ്ജിനിയുടെ സ്റ്റോറി കേൾക്കുന്നത്, ബാക്ക് സ്റ്റോറി കേൾക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി ഇംപ്രസീവ്. ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. നമ്മൾ ഈ നൈറ്റും എക്സ്ട്രാ ഷിഫ്റ്റും, എസ്പെഷ്യലി അയർലൻഡിലെ യൂറോപ്പിൽ എന്ന് പറയാൻ നമുക്ക് നൈറ്റ് മാത്രം ചെയ്താൽ പോലും നൈറ്റും ഡേയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യണം. എങ്ങായിരിക്കുമ്പോൾ 25-30-35 വയസ്സ് വരെയൊക്കെ നമ്മൾ തള്ളിയുന്തി അത് കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ഹോർമോൺസ് അങ്ങോട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. ഹോർമോൺസ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും അതിന്റെ കൂടുതൽ എക്സ്ട്രാ എടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ശരിക്കും സത്യമാണ് രഞ്ജു പറഞ്ഞത്, കിളി പോകും നമുക്ക് ശരിക്കും. ഞാനും ആ കിളി പോയൊരവസ്ഥയിലാണ്. ഞാനും അയർലൻഡിലാണ്. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനും US-ലോട്ട് റീസെന്റ് ഇമിഗ്രേറ്റഡ് ആണ്. അതിന് മുമ്പ് ഞാൻ അയർലൻഡിലായിരുന്നു. അന്ന് കിളി പോയൊരവസ്ഥ തന്നെയാണ് ഞാനും ഇങ്ങനെ ഡിസിഷൻ എടുത്തത്. കാരണം പുറത്ത് കണ്ടാൽ ആരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം അവർക്ക് ഷെറിന് എന്താ പ്രശ്നം, ഷെറിന് നല്ല വീടുണ്ട്, ഷെറിന് ജോലിയുണ്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട്, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഷെറിൻ വളരെ ഹാപ്പിയാണ് അല്ലേ? പക്ഷെ നമുക്ക് അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് അതിന്റെ ആ ഒരു സൈക്കോളജിക്കൽ, ആസ് എ വുമൻ അല്ലെങ്കിൽ ആസ് എ മം നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താ കുഴപ്പം, നമുക്ക് പുറമേ നോക്കി ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷേ നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. യു ടുക്ക് എ ബ്രേവ് ഡിസിഷൻ രഞ്ജു. ആൻഡ് എനിക്ക് ഐ എം ഷുവർ ലൈക്ക് ആ രഞ്ജുവിനെ നിങ്ങൾ ടിക്ടോക്കിൽ രഞ്ജുവിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല ഒത്തിരി ഫോളോവേഴ്സ് ഒരാളാണ് ടിക്ടോക്കിൽ രഞ്ജു എന്ന് പറഞ്ഞ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി. അതാണ് രഞ്ജിനി. ഓക്കെ, അതാണ് എന്റെ ബ്രാൻഡ്. അതാണ് ബ്രാൻഡ്, രഞ്ജിനിയുടെ ബ്രാൻഡ്. സോ ഐ ഓൾവേസ് തോട്ട് ലൈക്ക് യു ആർ എ പോസിറ്റീവ് പേഴ്സൺ. ഐ നോ ദാറ്റ് പോസിറ്റിവിറ്റി ആക്ച്വലി കെയിം ത്രൂ ദിസ് ബിസിനസ്. രഞ്ജിനി പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾക്ക് പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കും പൈസ വന്നിട്ട് നമ്മൾ ഹാപ്പി ആവാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹാപ്പിനെസ് എങ്ങനെയാ വരുന്നത് അറിയാം? സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹാപ്പി ആവണം, എന്നാലേ പൈസ വരത്തുള്ളൂ. അതാണ് എന്റെ സംഭവം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വി അട്രാക്ട് നെഗറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഹോൾ, ഇറ്റ്സ് ലൈക്ക് എ ബ്ലാക്ക് ഹോൾ. ആ ബ്ലാക്ക് ഹോളിലോട്ട് നമ്മളെല്ലാം അട്രാക്ട് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ബി എ പാർട്ട് ഓഫ് ഓൺലൈൻ എന്റർപ്രണേഴ്സ്, അല്ലെ എനി എന്റർപ്രണേഴ്സ്, ഏതൊരു ജേണിലാണെന്നുള്ളത് വി ഷുഡ് ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ വിത്ത് ലൈക്ക് ഹു എൻകറേജ് യു, മോട്ടിവേറ്റ് യു, uplift you, push you, in a nicer way, right? So അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് ഹൗ യു കം ഇൻ ടു ദ എനർജി ഓഫ് എന്താ പറയാ, ഒരു enthusiasm-ലോട്ട് നമ്മൾ കടന്നു വരികയും അത് നമ്മൾ അട്രാക്ട് മോർ ഗുഡ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്, ഓർ മണി ഇൻ യുവർ ലൈഫ്, ഹെൽത്ത് ഇൻ യുവർ ലൈഫ്, ഓർ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. അതാണ് നമ്മളുടെ ലൈഫിന്റെ ഫിലോസഫി അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി രഞ്ജു. ഓവർ ടു യു ലീന ചേച്ചി. ലീന ചേച്ചി ഒന്ന് ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാവോ എന്നോട്, നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്? താങ്ക് യു ഷെറിൻ. എൻ്റെ പേര് ലീന. ഞാൻ ഫ്ലോറിഡയിൽ ആർനായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ വന്നിട്ടൊരു 6 വർഷമായി. അതിനു മുൻപ് കുവൈറ്റിലായിരുന്നു. സോ ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് നഴ്സിംഗിലുണ്ട്. അപ്പം മെജോറിറ്റി ഓഫ് നഴ്സസിന് അറിയാം, അല്ലെങ്കിൽ മെയിൻലി ആൾക്കാർക്ക് അറിയാം, നഴ്സിംഗിൻ്റെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. ഒരുപാട് നല്ല പ്രൊഫഷനാണ്. ഞാൻ എപ്പോഴും ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നു കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാനായിട്ട് നഴ്സിംഗിൽ. പക്ഷെ നമ്മളൊരു ഷെറിൻ പറഞ്ഞ പോലെ ഏജ് ഫാക്ടർ, പിന്നെ കുറേ നാൾ നമ്മൾ വർക്ക് ചെയ്ത് വെയർ ആൻഡ് ടെയർ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ, അതിങ്ങനെ കൂടി വരും. അപ്പം ഗ്രാജുവലി ഇവിടെ വന്നു കഴിയുമ്പോൾ ആസ് എവരിബഡി നോ, ലൈക്ക് പീപ്പിൾ യൂസ് ടു പിക്ക് ഓവർ ടൈം ഷിഫ്റ്റ്സ് അല്ലേ? ഓവർ ടൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇവിടെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. റെഗുലർ 3 days 12 hours ഷിഫ്റ്റ് ഇസ് നോട്ട് ഇനഫ്. കാരണം അതുപോലെ എക്സ്പെൻസീവ് ആണ് ലൈഫ്. അങ്ങനെ അപ്പോൾ ഓവർ ടൈം ഷിഫ്റ്റ് ചെയ്യാൻ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയാണ് വേറൊരു ഓൾട്ടർനേറ്റ് സോഴ്സിനെ പറ്റി ചിന്തിച്ചതും. പിന്നെ എനിക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ആളാണ് ഷെറിൻ. അങ്ങനെ ഞാൻ ഷെറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. സോ എൻ്റെ റീസൺ മെയിൻലി ഈ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഈ വർക്ക് അവേഴ്സ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതാണല്ലോ ഇതിൻ്റെയൊക്കെ ബേസ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക, പിന്നെ ഈ വർക്ക് അവേഴ്സ് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരിക, പിന്നെ ഇൻ ദ ലോങ് റൺ ആൻഡ് ഏർലി റിട്ടയർമെൻറ്റ്. So all these things are the aims and reasons behind this. പിന്നെ നമ്മൾ ഓക്കെ എനിക്ക് ചേഞ്ച് വരുത്തണം, എനിക്കിങ്ങനെ പോരാ, ഇത് മാത്രം പോരാ, എനിക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം, കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ബെറ്റർ ആവണം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ വി ഹാവ് ടു ടേക്ക് ആൻ ആക്ഷൻ ആൻഡ് ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്.
താങ്ക് യു സോ മച്ച് ചേച്ചി. എന്നെ ചേച്ചി അന്ന് ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ചേച്ചി എന്റെ ക്ലാസ്മേറ്റ് അല്ല, എന്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ജോലിയും ചെയ്താണ്, ശ്രീത്രയിൽ ഞങ്ങൾ ജോലിയും ചെയ്താണ് ഒരുമിച്ച്. സോ അങ്ങനെ എനിക്ക് ചേച്ചിയെ നേരത്തെ അറിയാം. പക്ഷെ എന്നെ ആട് കണ്ടിട്ടാണ് ചേച്ചി എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി അപ്പം എന്നോട് ചേച്ചി അന്ന് പറഞ്ഞു, ചേച്ചി ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ചേച്ചി ജോയിൻ ചെയ്തത് എന്നാണ് ചേച്ചി അതുകൊണ്ട് പറഞ്ഞത്. സോ എനിവേ ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്താ പറയാ, നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴല്ല ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് മുമ്പ് ഒരു മുഴം മുമ്പ് എറിയുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഹാർഡായിട്ടുള്ള ജോലി ഒന്നുമല്ല. ഇതൊരു ജോലിയല്ല, ബിസിനസ്സാണ്. ഇതൊരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട്, നിങ്ങൾക്കൊരു ആന കയറാൻ പറ്റാത്ത അല്ലെ ബാലി കയറാൻ മലയൊന്നും അല്ല ഇത്. മനസ്സിലായോ? ഇറ്റ്സ് എ വെരി സിമ്പിൾ. നമ്മൾ എത്ര സമയം സോഷ്യൽ മീഡിയ നോക്കി കളയുന്നു അല്ലെ? നമ്മള് ചുമ്മാ ഫേസ്ബുക്ക് നോക്കി സ്ക്രോൾ ചെയ്ത്, ഇൻസ്റ്റാ നോക്കി, ടിക്ടോക്ക് നോക്കി നമ്മൾ എത്ര സമയം കളയുന്നു. ആ സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് ബേസിക്കലി. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി ലീന ചേച്ചി. ലീന ചേച്ചി എന്റെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ചേച്ചിയെ പോലാണ്, എന്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ചേച്ചിയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനകത്തൂടെയും ചേച്ചിയുടെ ഹെൽത്ത് പ്രോബ്ലംസിനിടയിൽ കൂടെയുമാണ് ചേച്ചി ബിസിനസ് റൺ ചെയ്യുന്നത്. ആൻഡ് വെൽ ഡൺ. And I'm sure you will be when we look back few years, you'll be proud to say that, wow, I took that decision and look at me now, right? Yeah. So thank you so much for sharing your story, Chechi. Over to you, Sandy Chechi. Sandy Chechi ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്നിട്ട് ഒന്ന് പറയാമോ നമ്മൾ എന്തുകൊണ്ട് why do I need a side hustle എന്നൊന്ന് പറയാം. Thank you, Sherin, for inviting me to your page. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ അന്ന് മുതൽ ആലോചിക്കുന്നതാണ് ഷെറിൻ്റെ കൂട്ടത്തിൽ ഒരു ലൈവ് പോകണമെന്നുള്ളത്. ഷെറിൻ എപ്പോഴും എന്നെ വിളിക്കും, പക്ഷേ എനിക്ക് അതിനോടൊരു ധൈര്യം ഒന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ബിസിനസ് ജോയിൻ ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് എനിക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കാനും ഷെറിൻ്റെ കൂട്ടത്തിൽ ലൈവ് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയത് തന്നെ, ആ കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വ്യക്തമായ ഒരു തെളിവാണ് ഈ ബിസിനസ് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി സപ്പോർട്ടും. അപ്പോൾ എൻ്റെ പേര് സാൻഡി. ഞാൻ അയർലൻഡിൽ എൻ്റെ ഫാമിലിയുമായി സെറ്റിൽഡ് ആണ്. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് മെയിനായിട്ട് ജോയിൻ ചെയ്യാനുള്ള കാരണം, എൻ്റെ കുട്ടികൾ യൂണിവേഴ്സിറ്റി എത്തിയപ്പോഴേക്കും ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം, അതായിരുന്നു എൻ്റെ എയിം. പിന്നെ ഒരു ഏർലി റിട്ടയർമെൻറ്റ് കിട്ടിയാൽ മോശമല്ലല്ലോ, അതും ഒരു പ്ലാൻ ബി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഈ നമ്മൾ ഈ എക്സ്ട്രാ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഇൻകം നോക്കുന്നതിനോടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പഴമക്കാർ പറയാറില്ലേ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാമെന്ന്. അപ്പോൾ എല്ലാവരും തന്നെ, ഞാനാണെങ്കിലും അതെ, ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിയപ്പോൾ എക്സ്പെൻസസ് കൂടുമെന്നൊക്കെ അറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എന്താണ് ഒരു മറുവഴി എന്ന് ചിന്തിച്ചത് തുടങ്ങിയതും. അപ്പോൾ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നമ്മളൊരു ആപത്ത് വരുന്നവരെ നോക്കിയിരിക്കാതെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ നേരത്തെ തന്നെ ഇതൊന്ന് മുൻകൂട്ടി കണ്ട് ഒരു സൈഡായിട്ട് ഇതൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്കതൊരു നല്ല ഒരു ഗുഡ് സ്ട്രീം ഓഫ് ഇൻകം ആയിരിക്കും ഫ്യൂച്ചറിൽ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു എക്സ്പെൻസസ് വരുന്നു, അല്ലെങ്കിൽ നാട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്കറിയില്ലല്ലോ ചിലവൊക്കെ ഏത് വഴിയൊക്കെ വരുമെന്ന്. കുഞ്ഞു കുട്ടികളുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോഴായിരിക്കാം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ ജോലിയുള്ള സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു സമയവും നിങ്ങളുടെ പൈസയും ഇൻവെസ്റ്റ് ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു വെക്കുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത്. ഞാൻ തുടങ്ങി ഇത്തിരി ലേറ്റ് ആയെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. പഴമക്കാർ വെറുതെ ഒരു കാര്യം പറഞ്ഞു വെക്കാറില്ലല്ലോ. നമുക്ക് എപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്തും സമയവും സാഹചര്യവും ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാൻ ബികൾ തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ഒരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ചേച്ചിയുടെ സ്റ്റോറി. ചേച്ചി ഞാൻ അയർലൻഡിൽ എനിക്ക് പരിചയമുള്ള ആളാണ്. കാരണം ഞാൻ താല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഞാൻ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം ചേച്ചി അവിടെ അഡ്മിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ചേച്ചി എനിക്കുള്ള പരിചയം അങ്ങനെ മാത്രമല്ല, ചേച്ചി മൺഡേ ത്രൂ ഫ്രൈഡേ ജോലിയും ചെയ്യും. ചേച്ചി വീട്ടിൽ ചെന്നതിന് ശേഷം അബാക്കസ് ക്ലാസ് എടുക്കും, ബ്രെയിനോ ബ്രെയിൻ ക്ലാസ് എടുക്കും. അങ്ങനെയാണ് എനിക്ക് ചേച്ചിയെ കൂടുതൽ പരിചയം. എനിക്ക് ഷീസ് എ ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ചേച്ചി ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. ചേച്ചി പറഞ്ഞ വളരെ വളരെ ഒരു നല്ല ഇതാണ്. കാരണം സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി ഹോള് അതുമായിട്ടൊക്കെ റിലേഷനാണ്. നമുക്ക് ജോലി പോയി, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. ആ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് ജോലി നോക്കുന്നു. അതിപ്പോ നമ്മുടെ മനസ്സിൽ ആർ ഓൾറെഡി ലൈക്ക് വെറി
ആൻസൈറ്റി വെറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ്. ഓക്കെ, അതിന്റെ മണ്ടേ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ നമുക്ക് അറിയില്ല റൈറ്റ് ഓഫ്, ബിക്കോസ് വി ആർ ഡെസ്പറേറ്റ്. യു നീഡ് എ ജോബ് റൈറ്റ് നൗ ടു ഫീഡ് യുവർ ടു പുട്ട് ബ്രെഡ് ഓൺ യുവർ ടേബിൾ. ഓക്കെ, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന റൈറ്റ് ഡിസിഷൻ ആയിരിക്കില്ല. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, പിന്നെ എന്താ പറയാ, നമ്മൾ ഈ ഒരു അവസ്ഥ വരുമ്പോഴല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കും അല്ലത്തല്ല നമ്മൾ ആ ഒരു ജോബിൽ ജോയിൻ ചെയ്താൽ ആ സമയത്ത് ശരിക്കും പെർഫോം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വി ആർ ഓൾറെഡി സോ മച്ച് വറി, റൈറ്റ്? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. സോ യു ഷുഡ് ഓൾവേസ് ബി വൈസർ ഇൻ യുവർ ലൈഫ്. അതായത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മൾ ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പേ ആ അവസ്ഥയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഈ ബിസിനസ് നമ്മൾ വന്ന് ആദ്യത്തെ ആഴ്ച പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് മോർ ടൈം. ഓക്കെ, പക്ഷെ എന്നാലും സിഗ്നിഫിക്കന്റ് സ്ട്രീം ഓഫ് ഇൻകം അത് നമ്മൾ പഠിച്ചു വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കുവേ. മനസ്സിലായോ? ആ ഒരു പഠിച്ചു വരാൻ ഞാനിപ്പോ എന്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നമുക്ക് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ലേൺ എനിത്തിങ് ഫോർ 3 months, ഫസ്റ്റ് 3 months എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും 3rd month $20,000 ഉണ്ടാക്കിയ ആള് എന്റെ ടീമിലുണ്ട്. മനസ്സിലായോ? 4th month അപ്പൊ അതുപോലെ പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് ആണ്. ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം എനർജി, എത്രത്തോളം സമയം, എത്രത്തോളം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു ഇതില്. പക്ഷെ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് ഇൻകം, ഒരു ഗോൾഡ് മൈൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഞങ്ങൾ എന്നും രാവിലെ വന്ന് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെയും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് തിങ്ക്, യു ഷുഡ് അറ്റ്ലീസ്റ്റ് നൗ. ചില ആൾക്കാർ പറയും എന്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, എന്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും ഹസ്ബൻഡ്സ്മാർ ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ ഒരിക്കലും കംപ്ലൈന്റ് പറയത്തില്ലായിരിക്കും, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറയത്തില്ലായിരിക്കും. പക്ഷേ ഇഫ് യു ആർ ഏബിൾ ടു പ്രൊവൈഡ്, ഓക്കെ ചേട്ടാ ഈ പ്രാവശ്യം നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് റിലീഫ് ആയിരിക്കുമോ മനുഷ്യന് നിങ്ങൾക്ക് അറിയാവോ? ഓക്കെ, സോ തിങ്ക് ദാറ്റ് ലൈക്ക് ബി എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഇൻ ദ ഫാമിലി. അത് നമ്മള് എന്താ പറയാ, പൈസ കൊടുത്തിട്ട് മാത്രമല്ല, പക്ഷേ എന്താ പറയാ, നമ്മള് ഒരു ചെറിയ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് കാരണം when it comes productive, ഓക്കെ, അതായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. ആസ് എ വുമൻ നമുക്ക് നന്നായിട്ട് നേരെ എന്ന് പറയാം, എം എ വുമൻ, ഓക്കെ എന്നെനിക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഓവർ ടു യു ലിനി. ലിനി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതുപോലെ വൈ ഡു ഐ നീഡ് എ സൈഡ് ഹസൽ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിനി. ഞാൻ താങ്ക് യു ഷെറിൻ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു കം ടു ലൈവ്. ഞാൻ UK നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളൊരു 16 വർഷത്തോളമായി ഞങ്ങളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും കാലം ജീവിച്ചിട്ടും എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ, നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി നമ്മുടെ മോർഗേജും കാറിന്റെ ലോണും മറ്റു ബിൽസ് എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എംപ്റ്റി ആവുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിനെ അല്ലെങ്കിൽ ലോണിനെയാണ്. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് കാർഡും അടച്ച് ലോണും അടച്ച് എന്താ പറയണ്ടേ ഫെഡപ്പ് ആയ ഒരു സമയത്താണ് എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്നതിനെ കുറിച്ച് കുറെ നാളുകളായി ചിന്തിച്ചു തുടങ്ങിയെങ്കിലും അപ്പം ഓരോ വർഷവും ചിന്തിക്കും, നെക്സ്റ്റ് ഇയറിൽ ബെറ്റർ ആവും. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതല്ലാതെ ഒരു ബെറ്റർമെന്റും കാണാതെ വന്ന ഒരു പോയിന്റിലാണ് ഒരു എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതും. അത് മാത്രമല്ല 3 ദിവസം 12 hours ജോലി ചെയ്യുന്നത് കൂടാതെ ഞാൻ എക്സ്ട്രാ അവേഴ്സും പിക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏജ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ഉള്ള ഒരു കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അവേഴ്സ് കുറയ്ക്കണമെങ്കിൽ അതിന് എന്റെ ഇൻകം റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും എനിക്കൊന്നും ഉണ്ടായെങ്കിലേ എനിക്കത് എന്താ പറയുക കോൺഫിഡന്റ് ആയിട്ട് അവേഴ്സ് കുറച്ച് റെഗുലർ ജോലി മാത്രം ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങളായി ഇത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ടെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഓൺലൈൻ ബിസിനസ് ആണല്ലോ, അപ്പൊ നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാതെ ഇങ്ങനെ നീട്ടി വെച്ചോണ്ടിരുന്നു. പക്ഷെ അത് എനിക്കിപ്പോ തോന്നുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അത് നേരത്തെ ഞാൻ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നേരത്തെ എന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഫിക്സ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നു. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ടു യു ഷെറി. താങ്ക് യു സോ മച്ച് ലിനി. ശരിയാണ്, നമ്മള് പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആവുന്നുണ്ടല്ലോ,
നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, വിച്ച് ഇസ് എ ബ്ലെസ്സിങ് ആക്ച്വലി, റൈറ്റ്? പക്ഷേ നമ്മൾ ഒരു എന്താ പറയാ, ഒരു ക്രെഡിറ്റ് കാർഡ് കൺസ്യൂമറിസം ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അടയ്ക്കാൻ പൈസയില്ലേ, കാർഡ് ഇഷ്ടംപോലെ കാർഡാ വരുന്നത്, കാർഡ്. ഓക്കെ, ആ കാർഡ് നമ്മൾ അടച്ചു. നമ്മൾ ഈ കാർഡ് നമ്മൾ അടയ്ക്കുമ്പം എന്താണെന്നറിയാവോ, നമ്മൾക്കൊരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് അന്നേരം പൈസ ഉണ്ട്. നമ്മൾ മിക്കവാറും ഈ അടയ്ക്കുന്ന കാർഡുകളെല്ലാം എന്തിനാണെന്നറിയാം, ഒന്നും നമുക്ക് ഹോളിഡേ പോകാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ പോകാനായിട്ടായിരിക്കും. അതൊന്നും നമുക്ക് തിരിച്ചു വരുന്നില്ലേ, പൈസ എല്ലാം പോകുന്ന പൈസയാണ്. നമ്മൾ വീണ്ടും ജോലി ചെയ്യും, എക്സ്ട്രാ ചെല്ലെടുക്കും, പിന്നെയും ഇത് അടച്ചോണ്ടിരിക്കും, വീണ്ടും കാർഡ് എടുക്കും. മനസ്സിലായോ? ഇതിനകത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്നല്ല ഞങ്ങൾ പറയുന്നത്, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മണി മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടും നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇഫ് യു പുട്ട് ദ വർക്ക് ഇൻ ഇറ്റ്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് കൈൻഡ് ഓഫ് ഡെപ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, നമ്മൾ എപ്പോഴും ചിന്തിക്കണം. $50,000 കാർ വാങ്ങിച്ചിട്ടുള്ള ഡെപ്റ്റ് ആണോ, അതോ നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കാൻ തരുന്ന എന്തെങ്കിലും അസറ്റ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി? ഓക്കെ, അതോ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി കാർഡ് അടച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ അതിനു വേണ്ടിയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അതോ നമ്മൾ എന്താ പറയാ, പേ ചെക്ക് ടു പേ ചെക്ക് ഒരു ലൈഫ് നമ്മൾ കേട്ടിട്ടില്ലേ? ഓരോ മാസം പേ വന്നിരിക്കുന്നത്, അപ്പൊ എനിക്ക് അതിന്റെ ബില്ല് അടയ്ക്കാം. നമ്മൾ ബില്ല് അടയ്ക്കാൻ പറ്റാതാകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ്, എസ്പെഷ്യലി US-ലൊക്കെയാണ് ക്രെഡിറ്റ് സ്കോർ താഴ്ന്നു പോകുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വരുന്നു, അതായത് നമുക്ക് ലോൺ കിട്ടാതാവുന്നു. ഇതൊരു എന്താ പറയാ, ഒരു വിഷ്യസ് സൈക്കിൾ പോകുന്നോണ്ടേയിരിക്കുന്നു, അല്ലെ? അപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡ് ഹസിലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എസ്പെഷ്യലി ഒരു വുമന് സൈഡ് ഹസിലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഞാൻ ഈ സൈഡ് ഹസിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ തുടങ്ങേണ്ടത്? ഓക്കെ, പലരും ഇന്നത്തെ നമ്മൾ വി ആർ ലിവിംഗ് ഇൻ എൻ ഓപ്പർച്യൂണിറ്റി ഓവർലോഡ് ഇറയിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ? നമ്മൾ ചുറ്റും നോക്കിയ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. കാശുണ്ടാക്കണോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ എത്ര കാശ്, ഞാൻ ഒരു കോച്ച് ആയത് കാണാൻ എനിക്കറിയാം. ഞാൻ ഓരോ ആൾക്കാരെ ഞാൻ ഓരോ ദിവസം കാണുന്നതാണ്. Many people are investing their huge lump sum of money into certain opportunities and they lost it. I don't know where do they get all this money from. Okay, എവിടെ നിന്നാണ് ഈ പൈസയൊക്കെ, എത്രയും പൈസയൊക്കെ എങ്ങനെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കളയുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. മനസ്സിലായോ? അതുപോലെ ഓപ്പർച്യൂണിറ്റി ഓവർലോഡ് ഉള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ചെയ്യാൻ പോകുന്ന ബിസിനസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പറ്റുമോ എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിന് ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു 100 ഫോളോവേഴ്സ് 1000 ഫോളോവേഴ്സ് ഒന്നും വേണ്ട ആൾക്കാരല്ല. പക്ഷേ വാട്ട് വി ആർ ഡൂയിങ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് 0 ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ വന്നതിന് ശേഷം യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു ഷോ യുവർ ഫേസ് ഇൻ സോഷ്യൽ മീഡിയ. ഓക്കെ, കാരണം നമ്മൾ ചെയ്യുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതാണ് നമ്മുടെ മെയിൻ ജോബ്. അത് നിങ്ങൾ ചെയ്യാൻ വില്ലിങ് അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ വന്നിരുന്ന ലൈവ് ചെയ്യണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പുട്ടിങ് യുവർ ഫോട്ടോ ഇൻ ദ ഫേസ്ബുക്ക് പേജ്. നമ്മളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാറുണ്ട്, അല്ലേ? അതുപോലത്തെ പിക്ചർ നമ്മുടെ പേജുകളിൽ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവൻച്വലി വിൽ ബി ഡൂയിങ് എ വീഡിയോ ആസ് ആൻ അഡ്വർടൈസ്മെന്റ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദർ ഇസ് നമ്മൾ സ്ലോലി ആണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ യു ഷുഡ് ബി അറ്റ്ലീസ്റ്റ് വില്ലിംഗ് ടു ലേൺ ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആയിരിക്കണം. ഓക്കെ, അത് വൺ തിങ് ആണ്, വൺ ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യം, ഇത് ഫ്ലെക്സിബിൾ ആണോ? എസ്പെഷ്യലി നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ഓൾറെഡി വർക്കിംഗ് ലൈക്ക് 3 days and 4 days in a week നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ ഫ്ലെക്സിബിൾ സ്കെഡ്യൂൾ അല്ല എന്നോ പറ്റും. 5ാമത്തെ ദിവസം വീണ്ടും നിങ്ങൾ അടുത്തതിന് വർക്ക് ചെയ്യണം. നിങ്ങൾ ക്ലോക്ക് ഇൻ ക്ലോക്ക് ഔട്ട്, അങ്ങനെ ഒരു സൈഡ് ഹസിലാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ബേസിക്കലി ആൻ എംപ്ലോയി ഓഫ് യുവർ സെൽഫ്, അല്ലെ? നമ്മൾ തന്നെ വീണ്ടും നമ്മളെ ടൈ ചെയ്തിടുവാണ് സെൽഫ്. ഓക്കെ, ദാറ്റ് ഷുഡന്റ് ഹാപ്പൻ. ദാറ്റ് വിൽ നോട്ട് സെർവ് യുവർ ഫാമിലി ഓർ യുവർ ചിൽഡ്രൻ. കാരണം നിങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടേണ്ട സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് അവരെ അപ്പോയിന്റ്മെന്റ് കൊണ്ടുപോകേണ്ട സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പം ദാറ്റ് വിൽ നോട്ട് സെർവ്, ദാറ്റ് മണി വിൽ നോട്ട് സെർവ് യുവർ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫിൽ അത് സെർവ് ചെയ്യില്ല. നിങ്ങൾക്ക് മണി ഉണ്ടാവും, ഓഫ് കോഴ്സ്, സ്റ്റിൽ യു വിൽ ബി ഡിപെൻഡിങ് അപ്പോൺ സംബഡി ടു ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ ബേസിക്കലി. ഓക്കെ, ആഡ് ചെയ്തോട്ടെ. സോ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടെങ്കിലും ഇതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പം അവർക്ക് അവരുടെ മെമ്മറിയിൽ എപ്പോഴും അവരുടെ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നെന്നോ അല്ലെ അവരുടെ പേരൻസ് അവരോട് ഉണ്ടായിരുന്നു എന്ന് വേണം അവർക്ക് തോന്നാൻ. വലുതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നമ്മളോട് പറയരുത്, ഐ നോ അമ്മ വാസ് വർക്കിംഗ് സോ ഹാർഡ് ബട്ട് യു വെർ നോട്ട് ദെയർ വിത്ത് മീ വെൻ ഐ നീഡ് യു എന്നൊരിക്കലും നമ്മുടെ മക്കൾ നമ്മളോട് പറയരുത്. അപ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു റോൾ മോഡലാണ് കാണിച്ചു കൊടുക്കുന്നത്. സി, അമ്മ ഈസ് ദെയർ വിത്ത് യു അറ്റ് എനി ടൈം വെനെവർ യു നീഡ്, ബട്ട് അമ്മ ഈസ് വർക്കിംഗ് ഓൺലൈൻ ആസ് വെൽ. അമ്മ ഈസ് ബ്രിങ്ങിങ് സംതിങ് ഓൺ ടു ദ പ്ലേറ്റ്
എന്നും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐ നോ നമ്മുടെ പേരൻസ് എല്ലാം ഒത്തിരി നൈറ്റും ഡേയും ഒക്കെ ചെയ്ത് മേ ബി യുവർ കിഡ്സ് ആർ മിസ്സിങ് യു ഈവൻ ദോ ഇഫ് ദേ ആർ നോട്ട് ടെല്ലിങ്. അവർ പറയുന്നില്ലെങ്കിലും അവർ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി അവർക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ പോയി രാവിലെ അവരെ സ്കൂളിൽ വിടുന്നതും അവരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നതും ഒക്കെ. നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്, പക്ഷേ അവർക്കൊരിക്കലും നമ്മൾ മിസ് ചെയ്യിപ്പിക്കുന്നു. അപ്പം ആ വലിയതാകുമ്പോൾ നമ്മളിപ്പോൾ ഓർക്കണ്ടേ, നമ്മൾ വലിയാകുമ്പോൾ നമ്മുടെ കുഞ്ഞിന് എപ്പോഴും നമ്മളെപ്പറ്റി നല്ലൊരു മെമ്മറി ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. എവറി ടൈം മൈ മം വാസ് വിത്ത് മീ ബട്ട് ഷീ വാസ് വർക്കിംഗ് സ്മാർട്ട്. അങ്ങനെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കണം. എക്സാക്ട്ലി. എനിക്ക് വളരെ നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി കെസ് പറഞ്ഞത്. നമ്മൾ പൈസ കുറെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മീനിങ് മണി. അതാണ് നമ്മൾ പൈസ ഓക്കെ വെൻ വി പുട്ട് ദ ബ്രെഡ് ഇൻ ദ പ്ലേറ്റ്, ആക്ച്വലി ഡു യു ഹാവ് ടൈം, വിൽ ഇറ്റ് പ്രൊവൈഡ് ടൈം ആസ്. ഇപ്പൊ നമ്മള് സൈഡ് ഹസലിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിപ്പോ റെസ്റ്റോറന്റ് തുടങ്ങാൻ വിചാരിച്ചു, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ വിചാരിച്ചു. എഗെയിൻ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇന്നലെ ഞാൻ എടുത്തൊരു കോച്ചിങ് കോളില് അവര് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പൈസ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഓൾറെഡി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. ഹോസ്പൈസ് ബിസിനസ് ഇറ്റ്സ് എ ലുക്രേറ്റീവ് ബിസിനസ് ആക്ച്വലി, ഭയങ്കര നല്ലൊരു ബിസിനസ്സാണ്. ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ഹ്യൂജ് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റിൽ ദേ ഹാവ് ടു ഗോ ഓൺ ദ 4th day ഔട്ട് ടു റൺ ദ ബിസിനസ്. അതുപോലെ ഹെഡ്, കാരണം ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി കൂടുതലായ കാരണം അതുപോലെ ഹെഡ് ഏക്സ് ആണ് നമുക്ക്, മനസ്സിലായോ? സോ അതെല്ലാമാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ടൈം ഫ്രീഡം തരുന്നില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം തരുമായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരിക്കലും ടൈം ഫ്രീഡം തരുന്നില്ല. യു ആർ അഗെയിൻ യുവർ ഓൺ എംപ്ലോയി. ഓക്കെ, നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോകാനോ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സമയം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം ആസ് എ മം എസ്പെഷ്യലി അല്ലെങ്കിൽ ആസ് എ പേരന്റ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് ഡു ദിസ് ഫിറ്റ് ഇൻ ടു മൈ സ്കെഡ്യൂൾ. എനിക്ക് ഡിസൈഡ് ചെയ്യാമോ വെൻ ആൻഡ് വെയർ ഐ ക്യാൻ വർക്ക് എന്നുള്ളത്. അത് നമ്മുടെ ബിസിനസ്സിൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. നമ്മുടെ ബിസിനസ് ഇസ് പോർട്ടബിൾ ആണ്. നമുക്ക് എവിടെ വേണേലും, നിങ്ങൾ ഹോളിഡേ പോവാണോ, നാട്ടിൽ പോകണോ, നിങ്ങൾ ട്രാവൽ ചെയ്യുവാണോ, പിള്ളേരെ കൊണ്ടുവിടുവാണോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് വർക്ക് ചെയ്യാം. ഓക്കെ, എന്നുള്ളതാണ് പോർട്ടബിലിറ്റി. അതുപോലെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ആയത് കാരണം ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇപ്പം സേ ലൈക്ക് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ, ഒരു സ്റ്റേബിൾ ജോലി ഉണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ തല പോകുന്ന കേസൊന്നുമല്ല. അഥവാ ഇത് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മീൻസ് ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്താൽ അടയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളെ ഇതിനകത്തുള്ളൂ. ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും അയ്യോ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? കോഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒരു ബിസിനസ് നമുക്ക് എം ടി ഹാൻഡ് ആയിട്ട് പോകാൻ പറ്റില്ല. എം ടി ഹാൻഡ് ആയിട്ട് പോകാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അല്ല 10 പേർക്ക് ലോഡ് കൊടുത്ത് ഒരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ബി ഇന്റലിജന്റ് വെൻ യു പിക്ക് ദാറ്റ്, ബിക്കോസ് യു വിൽ ബി സ്പെൻഡിങ് എ ലോഡ് ഓഫ് ടൈം ആൻഡ് വാട്ട് വിൽ ബി ദ റിട്ടേൺ. അത്ര സമയം നിങ്ങൾക്ക് ഉണ്ടോ? നമ്മൾ സമയം മുടക്കിയാൽ അതിന് പ്രയോജനം ഉണ്ടാവണം അല്ലേ? അതിനൊരു അതായത് നമ്മളിപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ചാൽ നിങ്ങളൊരു നേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ IT എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ അവർലി പേ എന്താണ്? അത് റീപ്ലേസ് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഇതിനുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇൻകം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത് എന്റെ ഇൻകം റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ. ഞാൻ വിചാരിച്ചു ഒരു 500 to 1000, കാരണം എന്റെ വൈൽഡ് ഇമാജിനേഷനിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇതിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? അഥവാ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നു, പക്ഷെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു ലെവലിൽ ഒന്ന് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മനസ്സിലായോ? പക്ഷെ അത് എന്റെ ഒരു മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത കൊണ്ടാണ്. മനസ്സിലായോ? ഇഫ് യു പുട്ട് ദ വർക്ക് ഇൻ, ഇറ്റ് വിൽ പേ യു ബാക്ക്. It will pay you back 100 times. It will pay you back 100 times. ഓക്കെ, നിങ്ങളുടെ ടൈം വർത്ത് ആയിട്ടുള്ള ഒരു സൈഡ് ഹസൽ. പിന്നെ എന്താണ്, എന്തെങ്കിലും നമ്മൾ പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നിങ്ങൾ, അപ്പോൾ നമ്മുടെ ടാക്സബിൾ ആണ്, നമ്മുടെ ഇൻകം ടാക്സബിൾ ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ലീഗൽ ആയിട്ടുള്ള ബിസിനസ് ആണ് ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആംവേ, മണി ചെയിന്, MLM അങ്ങനത്തെ സംഭവം ഒന്നും അല്ല ഇത്. ദിസ് ഇസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ബിസിനസ് മോഡൽ. ഓക്കെ, സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഫ് യു തിങ്ക് ദാറ്റ് ഓക്കെ ഐ ആം ഗോയിങ് ടു ബി വൈസ് ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് എനി ഓഫ് us ആൻഡ് വി വിൽ ബി മോർ ദാൻ ഹാപ്പി. നിങ്ങൾക്ക് ആദ്യം ഒരു ഫ്രീ വെബിനാർ കാണണം, രജിസ്റ്റർ ചെയ്യണം. ഫ്രീ വെബിനാർ കാരണം അതിനുശേഷം ഒരു $149 കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ $149 ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് വിത്തിൻ 30 days. ആ 30 daysനകത്ത് നിങ്ങൾക്ക് റീഫണ്ടബിൾ മണിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഡീറ്റെയിൽ മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്താൽ മതി. താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ whomever you registered with, you can say they will apply for refund, no questions asked. Okay, so that is what we want to share with you guys.
So thank you so much for joining in today's live. Thank you anybody who was watching us, and God bless you all. Thank you. Thank you.